പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പേര് സലോമി, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂമിൽ കയറുന്നത്. വേറെ ഒരു സൂമിൽ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത് ഈ പുലവത്തിന് വിജയരാജ്ഞിയില് ഞാൻ ആദ്യമായിട്ട് ആണ് കയറുന്നത്. കാരണം ദൈവം എന്നെ അമ്മയും മകനും കൂടെ എന്ന ഈ സൂമിൽ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ വലിയ ഒരു അനുഗ്രഹം ഉണ്ട്. കാരണം ഒരുപാട് ഇന്നലെ ഞാൻ ഓർത്തു, തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ഈ സൂമിൽ കയറത്തില്ലായിരിക്കും. കാരണം അതുപോലെ ഒരു സഹനമാണ് ഇന്നലെ ഞാൻ അനുഭവിച്ചത്. എന്റെ ജീവിതത്തില് ഞാൻ ഇന്നലെ വേദനയായിട്ട് അനുഭവിച്ചത്. കാരണം എന്റെ വായിക്കകത്ത് മുഴുവനും പിന്നെ എന്റെ എന്റെ പല്ല് സഹിതം എനിക്ക് വേദനയാണ്. അത് സഹിക്കാൻ പറ്റാത്തൊരു വേദന. വായിക്കകം എല്ലാം പെട്ടെന്നാണ് പൊട്ടുന്നത്. ഇങ്ങനെ പൊട്ടിയിട്ട് അതിന്റെ അകത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരം. ഞാൻ ലാസ്റ്റ് കാന്താരി വരെ ഞാൻ എടുത്താൽ അത്രയും പെട്ടെന്ന് കരിയെങ്കിൽ കരിയട്ടെ എന്ന് ഓർത്തേച്ച്. എന്നിട്ടും എനിക്ക് വേദന. ഇന്നലെ വൈകുന്നേരം 7 മണി വരെ എനിക്കറിയാം ഞാൻ എന്തുമാത്രം. പക്ഷെ എനിക്ക് എത്ര സഹനം തന്നാലും എനിക്കറിയാം നല്ലൊരു കൃപയ്ക്ക് വേണ്ടിയിട്ടും ദൈവത്തിന്റെ ഒരു വലിയ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അമ്മ എനിക്ക് സഹനം തരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. മാതാവ് എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അമ്മ സഹനത്തിലൂടെയാണ് അമ്മയെ കൂടുതൽ അറിയാൻ നമുക്ക് പറ്റുന്നത്. സഹനമാണ് നമ്മളെ കൃപയാക്കുന്ന. സഹനത്തിന്റെയാണ് അമ്മ. എനിക്ക് 4 മക്കളാണ്. മൂത്തത് മോള്, 3 ആൺപിള്ളേര്. മൂത്ത മോളെ പ്രസവിച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴാണ് എന്റെ വാ കൂടി പോകുന്നത്. വാ കൂടി എന്നെ എല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയി. കോട്ടയത്തും അങ്ങനെ ഒരുപാട് ആശുപത്രി, എറണാകുളത്തൊക്കെ കൊണ്ടുപോയി. ലാസ്റ്റ് എന്നെ മെഡ്രാസ് സ്റ്റാൻലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഞാൻ അറിയുന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന്. പക്ഷെ അവിടെ നിന്ന് എനിക്കെല്ലാം മരുന്നൊക്കെ തന്ന് ഞാൻ സുഖപ്പെട്ടു. ഞാൻ തിരിച്ചിങ്ങി പോകുന്നു. അപ്പൊ എനിക്ക് പിന്നെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞാണ് 3 മക്കളും കൂടെ എനിക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് 2 ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ ആദ്യം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനത്തിന്റെ അടിമയായിരുന്നു. അങ്ങനെ കുടിച്ചു തന്നെ ഒരുപാട് കടങ്ങളായി. കടങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരാത്ത അളവിലുള്ള കടങ്ങളായിട്ട് കട പൂട്ടേണ്ടി വന്നു. പൂട്ടി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ട് ഞങ്ങളായി. അങ്ങനെയാകുമ്പോ ഒരു ദിവസം സോച്ചാൻ വീട്ടിൽ വന്ന് കടയൊക്കെ പൂട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി ഇനി ഞാൻ കടയിൽ തുറക്കുന്നില്ല, കടയിൽ ഇനി ഞാൻ പോകുന്നില്ല. കാരണം കടക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. വീട്ടിലും കടക്കാർ വരാൻ തുടങ്ങി. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയി ജോലി ചെയ്ത് നിങ്ങളെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ ജോലി തേടി പോവാ, പോയിട്ട് വന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ സോച്ചാൻ ജോലി തേടിപ്പോയി. അപ്പൊ ഞാൻ പിള്ളേരോട് രാത്രി വന്ന് എന്നോട് പറയുന്നു, നേരം വെളുക്കുമ്പോ തന്നെ സോച്ചാൻ പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു, മക്കളെ ഡാഡി ജോലി തിരക്കി പോയേക്കുവാണ്, പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം, നല്ലൊരു ജോലി കിട്ടിയിട്ട് സോച്ചാൻ വന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ പിള്ളേരോട് പറഞ്ഞ് സോച്ചാൻ പോവുകയും ചെയ്തു. സോച്ചാൻ അന്ന് എനിക്ക് കൊണ്ട് തന്ന സാധനങ്ങളാണ് വീട്ടില് കടയിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ സ്വത്താണ്. കുറച്ച് മൈദാമാവും, കുറച്ച് ഉള്ളി, കുറച്ച് മുളക് പൊടി, ഇത്രയും കൊണ്ട് തന്നിട്ടാണ് ഞങ്ങളോട് പറഞ്ഞ് ഇത് വെച്ച് കഴിഞ്ഞോണം, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞേച്ചു പോയി. ഓരോ ദിവസവും ഞങ്ങള് ആ മാവ് കൊണ്ട് അടയുണ്ടാക്കിയും ചപ്പാത്തി ഉണ്ടാക്കിയും ദോശ ഉണ്ടാക്കിയും തിന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതെല്ലാം തീർന്നു. സോച്ചാൻ തിരിച്ചു വന്നില്ല. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു, മക്കളെ സാധനങ്ങളെല്ലാം തീർന്നു, ഇനി നമുക്ക് ആഹാരം കഴിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചാൽ മതി, ഒരു വീടുകളിലും ചെന്ന് നിങ്ങളൊന്നും ചോദിച്ച് മേടിക്കരുതെന്ന് പറഞ്ഞ് പിള്ളേര് പറഞ്ഞു ശരി മമ്മി എന്ന് പറഞ്ഞ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല എനിക്കറിയില്ല. പക്ഷെ 7 ദിവസം ഞാനും എൻ്റെ മക്കളും ആഹാരം ഇല്ലാതെ കിടന്നു. വെറും വെള്ളം കുടിച്ച് മാത്രം ഞങ്ങളുടെ വയറ് നിറച്ച്. 7ാമത്തെ ദിവസം രാവിലെ ഞാൻ തലകറങ്ങി താഴെ വീണു. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പം എൻ്റെ എനിക്ക് 2 ഇരട്ടപ്പിള്ളേരുണ്ട്. അവരിച്ചിരിയേ ഉള്ളൂ. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ 2.5 വയസ്സ് കാണും. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുക, എടാ
അപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല ഇറച്ചിക്കറിയുടെ മണം വരുന്നുണ്ടടാ. അവരെല്ലാം പണപ്പെട്ടവരായിരിക്കും അല്ലേ. നമ്മൾ പാവങ്ങളായതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഒന്നും ഇല്ലാത്ത അല്ലേടാ, വെള്ളം മാത്രമേ ഉള്ളെന്ന്. നിങ്ങൾക്കറിയാം ഒരു അമ്മ കേൾക്കുമ്പോ അത് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന്. ഉടനെ ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു വീട്ടിലും ഒന്നും മേടിച്ച് കഴിക്കരുത്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഈശോയോട് ചോദിച്ചാൽ ഈശോ നമുക്ക് തരും. അതുകൊണ്ട് മോന് പ്രാർത്ഥിച്ചാൽ മതി, ഒരിടത്തും പോകലെന്ന്. പിള്ളേരോടനെ ഞങ്ങളുടെ വീട്ടില് ശരിക്കും പറഞ്ഞ ഒരു ഈശോയുടെ ഒരു കുഞ്ഞു ഫോട്ടോ, ആ ഫോട്ടോയ്ക്ക് ഈശോയുടെ തല മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാം എലി തിന്നിട്ട് പോയിട്ട്, പേപ്പർ എലി തിന്നിട്ട് ആ തല മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ നോക്കുമ്പോ ഈ പിള്ളേര് ഈശോയുടെ മുമ്പിൽ ചെന്ന് പറയാണ്, ഈശോയെ ഞങ്ങക്ക് പൊറോട്ട തരണേ, ഞങ്ങക്ക് ഇറച്ചി തരണേ, ഞങ്ങക്ക് പാല് തരണേ, മിഠ തരണേന്ന്. ഞാനിത് കണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. അന്നേരപ്പോഴാണ് എനിക്ക് അടുത്ത വീട്ടിലൊരു ഫോൺ വന്നിട്ട് ആ പെണ്ണെന്ന് പറഞ്ഞു, ചേച്ചിക്ക് ഒരു ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ട് തന്ന്. ഞാൻ നോക്കുമ്പോ ഞങ്ങൾക്ക് ഈ റോസാമിസ്റ്റിയ മാതാവിനെ ഞാൻ അറിയണമെങ്കിൽ അതിന് കാരണം ഒരു അച്ഛനുണ്ട്, ജോയി അച്ഛൻ എന്ന് പറഞ്ഞു. ആ അച്ഛനാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത്. അച്ഛന് പോലും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടെന്ന് അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ എപ്പോഴും പ്രാർത്ഥനയൊക്കെ കൊണ്ട് തരാറുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറയാറുണ്ട്, അച്ഛാ എന്നെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലോട്ട് ഒന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് അച്ഛൻ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, സലോമി ഇന്ന് ഞാൻ അതിലേ വരുന്നുണ്ട്, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറൂന്ന് പറഞ്ഞു, വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൊണ്ട് ഞാൻ പറഞ്ഞു, ശരി അച്ഛാ പോരെന്ന്. അച്ഛൻ വന്നു. 4 മണിയായപ്പം അച്ഛൻ വീട്ടിൽ വന്നു. അച്ഛൻ വന്നപ്പോ അച്ഛനെ ഞാൻ നല്ല രീതിയിൽ സ്വീകരിച്ച് അവിടെ ഇരുത്തി. പക്ഷെ അച്ഛൻ വന്ന് ഇരുന്നിട്ട് 1 മണിക്കൂറായിട്ടും എനിക്ക് അച്ഛന് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുക്കാനുള്ള പഞ്ചസാരയോ കാപ്പിപ്പൊടിയോ ഒന്നുമില്ല. ഞാൻ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോഴാണ് എന്റെ മോള്, അവള് സ്കൂളിൽ പോകുന്ന ആളാണ്, അവള് രാവിലെ സ്കൂളിൽ പോകും. അപ്പൊ അവള് 3ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവള് പോയിട്ട് തിരിച്ചു വന്നപ്പം അച്ഛൻ ഇരുന്നത് ഇവള് കണ്ടില്ല. ഇവള് ഉടനെ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ ഒരു തെറ്റ് ചെയ്തു മമ്മി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ എന്ന് ചോദിച്ചു. ഉടനെ ഇവള് പറഞ്ഞു, മമ്മി ഇന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പം സ്കൂളില് കഞ്ഞി കൊടുക്കുന്നുണ്ട് മമ്മി, ഇന്ന് കഞ്ഞി കൊടുക്കുന്നുണ്ടപ്പോ എനിക്ക് അപ്പടി വിശന്നു. അന്നേരം ഞാൻ എന്റെ കൂട്ടുകാരിയോട് ഒരു പാത്രം മേടിച്ച് ഞാൻ കഞ്ഞി മേടിച്ച് കുടിച്ചു മമ്മി. അന്നേരപ്പോഴാണ് ഞാൻ നിങ്ങളെ ഓർത്തത്. ഉടനെ ഞാൻ രണ്ടാമതും എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് കഞ്ഞി മേടിച്ച് ഞാൻ അത് ദേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് മമ്മിയും അവന്മാരും കൂടെ കുടിച്ചോണ കഞ്ഞി കുടിക്കും മമ്മീനെ. അത് കേട്ടോണ്ടിരുന്ന ഈ അച്ഛൻ എന്റെ മുഖത്തോട്ട് നോക്കി. എനിക്ക് പറയാൻ പറ്റുന്നില്ല അച്ഛനോട്. അച്ഛൻ എന്നോട് എന്താ സലോമി കൊച്ചു പറയുന്നേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാൻ അച്ഛനോട് എന്റെ അവസ്ഥകൾ ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞ മാതാവ് കരയുന്നതിന് മുമ്പ് ആദ്യം കരഞ്ഞത് ആ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ രാവിലെ ഫോൺ വിളിച്ചപ്പോഴെങ്കിലും സലോമി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് പിള്ളേരെ ഒരുക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ പിള്ളേരെ ഒരുക്കി അച്ഛന്റെ കൂടെ വിട്ട് അച്ഛൻ ഈ പിള്ളേരെയും കൊണ്ട് ടൗണിലോട്ട് പോയി. എന്റെ പിള്ളേര് രാവിലെ എന്തൊക്കെ ഈശോയോട് ചോദിച്ചോ അത്രേ സാധനങ്ങളും ഈ അച്ഛനോട് ചോദിക്കാതെ തന്നെ അച്ഛൻ മേടിച്ചു കൊടുത്തു. അച്ഛൻ വീട്ടിൽ വന്ന് ഈ പൊതിയൊക്കെ അഴിക്കുമ്പോ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. അവര് പറ, എടാ നമ്മൾ രാവിലെ ഈശോയോട് ചോദിച്ചില്ലേടാ, വേണം ചോദിച്ചതെല്ലാം ഈശോ തന്ന കണ്ടോടാ. മമ്മി പറഞ്ഞില്ലേ ഈശോയോട് ചോദിച്ചാൽ ഈശോ എല്ലാം തരുന്നു, കണ്ടോ നമ്മൾ രാവിലെ ചോദിച്ചു വൈകിട്ട് ഈശോ തന്നു. ഇനി നമുക്കിത് തീരുമ്പോ ഈശോയോട് ചോദിക്കാ അല്ലേടാന്ന്. ശരിക്കും പറഞ്ഞ അവരുടെ ആ വിശ്വാസമായിരുന്നു, പിള്ളേരുടെ ആ വിശ്വാസം. ദൈവത്തോട് ചോദിച്ചാൽ എന്തും കിട്ടുമെന്നുള്ള ആ വിശ്വാസമായിരുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഈ അച്ഛനും ഞങ്ങളെ നോക്കുമായിരുന്നു, എല്ലാം കൊണ്ട് തരികയും അച്ഛൻ സാധനങ്ങൾ മേടിച്ചു തരും, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാം അച്ഛൻ തന്നെ. കുറേ നാളത്തേക്ക് അച്ഛനായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ ഒരു ദിവസം സോച്ചാൻ തിരിച്ചു വന്നപ്പം ജോലിയൊന്നും കിട്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എടി ജോലിയൊന്നും തിരക്കി പോയിട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സോച്ചാൻ എല്ലാ ജോലിയും നിങ്ങൾക്ക് അറിയാവല്ലോ, ഒരു കാര്യം എരുമേലിൽ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് എരുമേലി തന്നെ ഒരു ഹോട്ടലില് കുക്കായിട്ട് കയറി. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ജോലി ചെയ്താലും മദ്യപാനത്തിന് മാത്രം ഒരു കുറവില്ലായിരുന്നു. അങ്ങനെ എന്റെ അസുഖം കൂടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കൈയും കാലും എല്ലാം ഭയങ്കര വിറയല്. എനിക്കൊരു ഗ്ലാസ് പോലും കയ്യിൽ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്തെങ്കിലും എടുത്താൽ അത് ഉടനെ താഴെ വീണ് പൊട്ടും, അല്ലെങ്കിൽ ഒറ്റ പണിയും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ജോലിയും ചെയ്യുന്നത് ഈ 3 ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. വീട്ടിലെ സർവ്വ ജോലിയും അവളാണ് ചെയ്യുന്നത്. എന്നെ നോക്കണം, ഈ താഴെയുള്ള പിള്ളേരെ നോക്കണം,
പാത്രം തേച്ച് കഴിഞ്ഞ് എല്ലാ ജോലിയും നമുക്കറിയാം. ഇന്ന് +2 പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് നമ്മൾ പറയാ എടി ഒരു കാപ്പി ഇട്ടതാന്ന് പറഞ്ഞാൽ പോലും അവര് പറയും വേണേ മമ്മി ഇട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്, ഇട്ട് തരാൻ പറയും. ആ ഒരു സന്തോഷം അന്ന് എന്റെ കുഞ്ഞ് അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞലറിക്കുന്ന ഒരു ഭിക്ഷക്കാര് കുഞ്ഞുങ്ങൾ പോലും അതുങ്ങൾ ഭിക്ഷ എടുത്ത് കൊടുത്താല് കള്ളന്മാര് കഞ്ഞി വെച്ച് കൊടുക്കും. പക്ഷെ എനിക്ക് അതുപോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. വലിയ കിണറ്റീന്ന് വെള്ളം കോരണം. വെള്ളം കോരുമ്പോ കൊച്ചിന്റെ കൈയൊക്കെ തൊലി പോവും, വലിയ കിണറ്റീന്ന് വെള്ളം കോരുമ്പോ. അപ്പം ഇവള് വന്ന് എന്നോട് പറയും, മമ്മി എന്റെ കയ്യിൽ തൊലിയൊക്കെ പോയിപ്പോ ഞാൻ കരയും. തൊലി പോയെന്ന് പറയുമ്പോൾ ഞാൻ കരയും. നേരം അവള് പറയും, മമ്മി എനിക്ക് വേദനയില്ല മമ്മി, ഞാൻ ചുമ്മാ പറഞ്ഞതാ മമ്മി എന്ന് പറയും. പക്ഷെ അവൾ അന്ന് വേദന ഇല്ല എന്ന് പറഞ്ഞതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര വേദനയായിട്ട് തോന്നിയത്. കാരണം വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നേരത്തിൽ ഇവിടെ ഒന്നും ഞാൻ കരയാൻ പാടില്ലെന്ന് പറഞ്ഞ് എനിക്ക് വേദന ഇല്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ സോച്ചാൻ അന്ന് വൈകിട്ട് വന്നപ്പോ ഞാൻ സോച്ചാനോട് പറഞ്ഞു, സോച്ച കുഞ്ഞുങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ഒരു കല്യാണം കഴിക്കണം. കാരണം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അവരെങ്കിലും പറ്റുമല്ലോ, എന്നെ കൊണ്ട് നോക്കാൻ പറ്റുന്നില്ലെന്ന് സോച്ചൻ പറഞ്ഞു. ഇല്ല ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മക്കളെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. അവരെങ്കിലും എത്രയോ പേര് മക്കളില്ലാതെ ഇരിക്കുന്നു. അപ്പൊ അതാരെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കിക്കോളുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവരെ അന്വേഷിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സോച്ചന്റെ തന്നെ ഒരു അനിയനും അനിയനും, അവർക്ക് മക്കളില്ല, 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പൊ അവർ എന്നോട് ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ ഇളയ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞു തരാമല്ലോ, ഇളയ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോക്കളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡിസംബർ 24 ഇവര് വീട്ടിൽ വന്നു. 25-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. 26-ാം തീയതി രാവിലെ ഇവള് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് എടുക്കുമ്പം, കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പം ഞാൻ ഓടും, ബാത്റൂമിലോട്ട് ഓടി ചെന്ന് എന്റെ തല ഭിത്തിയിലോട്ട് ഇട്ട് ഇടിച്ചിട്ട് പറഞ്ഞ, ഈശോയെ എന്റെ കുഞ്ഞിനെ കൊടുക്കുമ്പം എന്റെ ജീവൻ പോണം. കാരണം ഒരപ്പനും ഒരമ്മയ്ക്കും 10 മക്കളുണ്ടെങ്കിൽ പോലും ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ മനസ്സ് വരത്തില്ല. പക്ഷെ എനിക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് കുഞ്ഞിനെ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പം എന്റെ ജീവനും കാണരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പം ഈ കൊണ്ടുപോകാൻ വന്ന അനിയത്തി ഛർദ്ദിക്കുവാണ്. അപ്പൊ അവളോട് ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ ആരോ പറയുന്നു ഇവള് ഗർഭിണിയാണെന്ന്. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, എടി നീ എന്താ ഛർദ്ദിക്കുന്നേ, നീ ഗർഭിണിയാണോന്ന് ചോദിച്ചോണ്ട് അവള് പറഞ്ഞു, ഓ ഇല്ല ചേച്ചി എനിക്ക് ഉണ്ടാകത്തില്ല, കുട്ടികൾ ഉണ്ടാകത്തില്ല, പക്ഷെ ഇതിപ്പോ ഗ്യാസിന്റെ അസുഖമാണ്, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന്. അപ്പോഴും എന്റെ മനസ്സിൽ പറയുവാണ് ഇവള് ഗർഭിണിയാണെന്ന്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, എടി ഇവിടെ തൊട്ടടുത്തല്ല ആശുപത്രി, ഇത് ഇവിടെയാണ് ആശുപത്രി, നമുക്ക് അവിടെ ചെന്ന് ചുമ്മാ ഒന്ന് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇപ്പൊ ആണെങ്കില് നമുക്കറിയാലോ. അപ്പൊ ഇവള് ഉടനെ പറഞ്ഞു, ചേച്ചിക്ക് കുഞ്ഞിനെ തരാനുള്ള സങ്കടം കൊണ്ടല്ലേ ചേച്ചി അങ്ങനെ പറയുന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, ആണെങ്കിലും അല്ലെങ്കിലും നീ കുഞ്ഞിനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ ചേച്ചി ഞാൻ ഇവളെയും വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പം ഇവക്ക് പോസിറ്റീവ്. പ്രൈസ് ദി ലോർഡ്. ഉടനെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ അത്ഭുതം തന്നെ അതാണ്. ഉടനെ തന്നെ ഡോക്ടർ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മാസം ബെഡ് റെസ്റ്റ് വേണം, കാരണം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇവളോട് പറഞ്ഞു. അതുകൊണ്ട് ഇവള് ശരിയെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് ഇവള് എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ 3 മാസത്തിന് ശേഷം കുഞ്ഞിനെ വന്ന് ഞങ്ങൾ കൊണ്ടുപോകാം, കാരണം ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കിട്ടിയ സന്തോഷം എനിക്കുണ്ട്. ഉള്ളില് വേദനയുണ്ടല്ലോ, ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഓർക്കുമ്പോ സങ്കടം ഉണ്ടെങ്കിലും കൊച്ചിനെ കിട്ടിയ സന്തോഷം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും ഞങ്ങളുടെ 17ാമത്തെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഓരോ വീടുകളിലും ഞങ്ങൾ വാടകയ്ക്ക് കയറി താമസിക്കുമ്പോഴും ഓരോരുത്തരും പറയും, നിങ്ങൾ ഇവിടെ താമസിച്ചോ, നിങ്ങൾ ജീവിതകാലം വരെ താമസിക്കരുത്, വിൽക്കാതെ കിടക്കുന്ന വീടാ, വാടക മാത്രം കറക്റ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞ് താമസിപ്പിക്കും. പക്ഷെ ഞങ്ങൾ കയറി 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ആകുന്നതിന് മുമ്പ് ആ വീട് വിറ്റുപോകും. അങ്ങനെ ഓരോ വീടുകളിലും കയറി താമസം 1-2 മാസം അങ്ങനെ താമസിച്ച് ലാസ്റ്റ് ഒരു വീട്ടിൽ വന്നു 15ാമത്തെ വീട്ടിലാണ് ഞങ്ങൾ വരുന്നത്. 15ാമത്തെ വീട്ടിൽ വന്നപ്പം അവിടെ വന്ന് ഞങ്ങൾ ഇതുപോലെ മദ്യപാനം മാറുന്നേ ഇല്ല, എപ്പോഴും ഇതാ. എന്നിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ കഷ്ടം എന്ന് പറഞ്ഞ ഇതുപോലൊരു കഷ്ടം ഇല്ല, അതുപോലെ കഷ്ടം അനുഭവിക്കാം. അപ്പൊ ഞങ്ങളാണെങ്കിൽ പ്രാർത്ഥനയാണെങ്കിൽ ഞങ്ങൾ വീടിന് ചുറ്റും നടന്ന് കൊന്ത ചൊല്ലും. വീടിന് ഒരു ദിവസം കരണക്കൊന്തയും ഈ ജപമാലയും കൂടെ ഞങ്ങളിങ്ങനെ വീടിന് ട്രെയിൻ പോകുന്ന പോലെയാണ് ഞങ്ങൾ ചൊല്ലുന്നത്. ചൊല്ലിയിട്ട് ആ ലാസ്റ്റ് വന്നാണ് വീടിന്റെ അകത്ത് തീർക്കുന്നത്. അതുപോലെ പ്രാർത്ഥിക്കുക, ഏത് പ്രാർത്ഥന കിട്ടിയാലും പ്രാർത്ഥിക്കുന്നത്. അപ്പോഴെന്നിട്ടും ദൈവം നമ്മളെ രക്ഷിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. അപ്പൊ ഞാൻ ഒരു ദിവസം പിള്ളേരോട് പറഞ്ഞു, മക്കളെ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കാരണം
ഡാഡിയും മാറുന്നില്ല. ഡാഡി എന്നിപ്പോ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് വഴക്കാണല്ലോ മക്കളെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവം പോലും നമ്മളെ കൈവിട്ടു, ദൈവം പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മരിക്കാം, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരോട് പറഞ്ഞു, ഇന്ന് ഡാഡി വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ വിഷം തരും, നിങ്ങൾ കഴിക്കണമെന്ന്. അന്ന പിള്ളേർ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം സോച്ചാൻ വന്ന് കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ചോറെടുത്ത് അതിൽ വിഷം ഒഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ നാലും ഇരുത്തിയിട്ട് ഞാൻ ആദ്യം ഈ ചോറെടുത്ത് കുഞ്ഞുങ്ങളുടെ മോളുടെ വായിലാണ് ആദ്യം കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഉരുട്ടി വായിലോട്ട് വെക്കാൻ പോയപ്പോ ഇവള് എന്നോട് പറയാ, മമ്മി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു, ഒരു കാര്യം പറയാം. ഞാൻ ചോദിച്ചു എന്താ മോളെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, മമ്മി ഇതില് ആരെങ്കിലും ഒരാൾ മരിച്ചില്ലെങ്കിലോ അവളിലൂടെ ദൈവം സംസാരിക്കുമായിരുന്നു. ഉടനെ അത് മമ്മി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ 4 പേര് മരിച്ചിട്ട് മമ്മി മരിച്ചില്ലെങ്കിൽ മമ്മിക്ക് ജീവിക്കാൻ പറ്റുമോ മമ്മി എന്നുള്ള എന്നോട് ഒരു ചോദ്യം. അപ്പോഴാണ് ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും. ഉടനെ ഇവള് തന്നെ എന്നോട് പറയാം, മമ്മി ഒരു കാര്യം ചെയ്യാം, മമ്മി ഡാഡി തല്ലുന്നത് കൊണ്ടാണെങ്കിൽ ഞങ്ങൾ ആ തല്ല് ഞങ്ങളും കൂടെ കൊള്ളാം മമ്മി. ഇല്ല, കഷ്ടപ്പാട് ഇത്രയും ആഹാരമൊന്നും ഇല്ലാഞ്ഞിട്ടാൽ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നതുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ ആ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചോളാം മമ്മി, നമുക്ക് മരിക്കണ്ടെന്ന് കൊച്ച പറഞ്ഞപ്പോ ഞാൻ ഓർത്ത്, ശരിയാണ്, ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഓർത്ത്, എന്നാ ശരി മോനെ, നമുക്കിനി വരുന്ന ദൈവം തരുന്നതെല്ലാം നമുക്ക് മേടിക്കാം, സ്വീകരിക്കാം മോളെ എന്ന് പറഞ്ഞു ഞാൻ ഈ ചോറ് കൊണ്ട് ഞാൻ കളഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ കിടന്നപ്പോ രാത്രി മുഴുവനും എന്റെ മനസ്സിലൊരു കഥയുമേ, എന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആരോടെങ്കിലും ഒന്ന് പറയണം. ഞാൻ ആരോടും ഒരു കാര്യം ഞാൻ സംസാരിക്കത്തില്ല, ഓരോരുത്തരോടും എന്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയത്തില്ല, എന്റെ വീട്ടിൽ പോലും ഞാൻ പറയാറില്ല. അപ്പൊ ഞാൻ അന്ന് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് പാലമറ്റം എന്ന് പറയുന്ന ഒരു വീടുണ്ട്. അപ്പൊ അവിടുത്തെ നല്ല മനുഷ്യരാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ചേച്ചിയോടാണ് ആദ്യം ചെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ജീവിതത്തിൽ ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല ചേച്ചി, എന്നും ദുഃഖം മാത്രമേ എനിക്ക് ദൈവം തന്നിട്ടുള്ളൂ. എന്തോരം പ്രാർത്ഥിച്ചു ചേച്ചി, പ്രാർത്ഥിച്ചിട്ടൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല, എനിക്ക് ഇപ്പൊ മരിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ചേച്ചി എന്ന് പറഞ്ഞ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, സലോമി അങ്ങനെ ചിന്തിക്കരുത്, ഒരിക്കലും നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നീ പ്രാർത്ഥിച്ച ദൈവം എന്നില്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നീ ഒരു കാര്യം ചെയ്, എന്റെ കൂടെ നീ ചേർപ്പങ്കലെ ഉണ്ണീശോയുടെ പള്ളിയുണ്ട്, അവിടെ നീ എന്റെ കൂടെ വാ, അവിടെ വന്ന് പ്രാർത്ഥിക്കും, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറഞ്ഞു. പൊണ്ണ ശരി എന്ന് പറഞ്ഞ് ആ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത്. അവിടെ ചെന്നു, ഞാൻ പ്രാർത്ഥിച്ചു, കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവമേ ഇന്നെങ്കിലും എനിക്ക് വീട്ടിൽ ചെന്ന് ഒരു സന്തോഷ വാർത്ത എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഒരാളെയെങ്കിലും കൊണ്ട് ഞാൻ ഈ പള്ളിയിൽ അടുത്ത മാസം ഞാൻ വരും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്ത കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ കുർബാനയുടെ ഇടയ്ക്ക് കരഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അന്ന് ഞാൻ കുർബാന തന്നെ പുറത്തു വന്നപ്പോ ഞാൻ ഈ ചേച്ചിയോട് ഞാൻ ഇതന്നെ പറഞ്ഞു, ചേച്ചി ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഒരു സന്തോഷ വാർത്ത എനിക്ക് കിട്ടണോന്ന്. ആ ചേച്ചി പറഞ്ഞു, തീർച്ചയായിട്ടും കിട്ടും സലോമി, നീ വിഷമിക്കണ്ട, നിനക്ക് വീട്ടിൽ ചെല്ലുമ്പോ സന്തോഷ വാർത്ത കിട്ടുമെന്ന്. ഞങ്ങൾ വീട്ടിൽ വന്നു. വൈകുന്നേരം ഞങ്ങൾ വീടിന് ചുറ്റും നടന്ന് കൊന്ത ചൊല്ലി. ലാസ്റ്റത്തെ കൊന്ത ഞങ്ങൾ വീടിന്റെ അകത്ത് വന്നിരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളിൽ ആരോ പറയുന്നു, നീ കുഞ്ഞിന്റെ കണ്ണ് നോക്ക്. അപ്പൊ ഞാൻ കൊച്ചിന്റെ കണ്ണിങ്ങനെ നോക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെയും ഈ മനസ്സിലിങ്ങനെ ഞാൻ അവന്റെ കണ്ണിലോട്ട് നോക്കും, ഇളയ കുഞ്ഞിന്റെ കണ്ണ് നോക്കും, ഒരു കുഴപ്പമില്ല. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു എഴുന്നേറ്റ് ഞാൻ വീട്ടിലെ ജോലി കുറച്ചുണ്ടായിരുന്നു, അന്ന് തീർത്ത് ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് കയറി. ഒരിക്കൽ പോലും ബാത്റൂമിലോട്ട് ഇവൻ വരത്തില്ല. അന്ന് ഇവൻ ബാത്റൂമിലോട്ട് എന്റെ ഒപ്പം കയറിയപ്പോ ഞാൻ പറഞ്ഞു, എടാ നീ മമ്മിയെ കുളിക്കാൻ പോലും സമ്മതിക്കത്തില്ല മോനെ എന്ന് പറഞ്ഞേച്ച് ഞാൻ ഇത് അവനോട് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുമ്പോ അന്നേരം എന്റെ മനസ്സിൽ പറയുന്നു, നീ കുഞ്ഞിന്റെ കണ്ണ് നോക്കുന്നു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, മോന്റെ കണ്ണിന് വല്ലതും കുഴപ്പമുണ്ടോ മോനെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഒന്നുമില്ല മമ്മി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ അവിടെ നിന്ന് ബാത്റൂമിന്റെ അകത്ത് നിന്നാണ് ഞാൻ ഇവന്റെ കണ്ണിൽ പിടിച്ചു നോക്കുന്നത്. ഒരു കണ്ണിന് ഒരു കുഴപ്പമില്ല, രണ്ടാമത്തെ കണ്ണിന് ഞാൻ പിടിച്ചു നോക്കുമ്പോ ഈ കണ്ണിങ്ങനെ മേളിലോട്ട് പോവുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ മോനെ ഈ കണ്ണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു. പറയാം ഇവൻ എന്നോട് അത് ഇരുട്ടല്ലേ മമ്മി. ഇവൻ എന്നോട് ചോദിച്ചു, മമ്മിക്കും അങ്ങനെ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ മോനെ, മമ്മിയുടെ കണ്ണ് മാത്രമല്ല മമ്മിയുടെ ജീവിതവേ ഇരുട്ടില്ല മോനെ എന്ന് പറഞ്ഞു വെച്ച് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ പുറത്തോട്ട് ചാടി കരഞ്ഞുകൊണ്ട് ഞാൻ ഈ അടുത്ത് ഈ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. ചേച്ചിയുടെ ചെന്നിട്ട് ഞാൻ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ രാവിലെ പ്രാർത്ഥിച്ചു എനിക്കൊരു സന്തോഷ വാർത്ത കിട്ടുമെന്നല്ലേ ചേച്ചി പറഞ്ഞേ. ദൈവം നോക്ക് ചേച്ചി, എന്റെ കുഞ്ഞിന്റെ കണ്ണ് പോലും ദൈവം എടുത്തെന്നാ തോന്നുന്നത്, എന്റെ കുഞ്ഞിന് കണ്ണിന് കാഴ്ചയില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഉടനെ ചേച്ചി വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ കുഞ്ഞിന്റെ
ഓരോ ഒരു കണ്ണ് അടച്ചു വെച്ച് മറ്റേ കണ്ണുകൊണ്ട് ഓരോ സാധനങ്ങൾ എടുത്ത് ചോദിക്കുമ്പോ ഇവന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഉടനെ ചേച്ചി പറഞ്ഞു, സലോമി വിഷമിക്കരുത്, നാളെ ഞാൻ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാം, നമുക്ക് പോകാന്ന് പറഞ്ഞ് ഈ ചേച്ചിയാണ് എന്നെ പൊൻകുന്നത്ത് ഒരു ആശുപത്രിയിൽ എന്നെ കണ്ണാശുപത്രിയിൽ കൊണ്ടുപോകുന്ന. കൊച്ചും ഞാനും കൂടെ പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഈ ചേച്ചിയോട് ചോദിച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. ചേച്ചി പറഞ്ഞില്ല, 3 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ചേച്ചി പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, സലോമി ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും, ഇത് പിള്ളേർക്കെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതാ, അതുകൊണ്ട് ഒരു കുഞ്ഞു ഓപ്പറേഷൻ. പക്ഷെ നമുക്ക് ആശുപത്രിയിലൊന്നും ചെയ്യേണ്ട, നമുക്ക് ഏതെങ്കിലും നല്ല ആശുപത്രി ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മധുരാരോട്ട് വിട്ടു. ഇവര് തന്നെയാണ് ഞങ്ങളെ വിടുന്നതും. കാരണം ഞങ്ങൾ അവിടെ ചെന്ന്, ഞാനും കൊച്ചും സോച്ചാനും കൂടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ 14 ഡോക്ടേഴ്സിനെ ഞങ്ങൾ കണ്ടു. ഓരോ ഡോക്ടർമാരുടെ അടുത്തും കയറുമ്പോഴും അവര് ചോദിക്കും, ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു കുളന്ന് പറഞ്ഞ് ചോദിക്കും, ഒരു കുഞ്ഞേ ഉള്ളൂ എന്ന് ചോദിക്കും. ഞാൻ പറയില്ല ഡോക്ടർ, 3 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. ഉടനെ അടുത്ത ഡോക്ടറിന്റെ അടുത്ത് വിടും. അപ്പൊ എന്താ അസുഖം എന്നുള്ളത് ഇവര് പറയുന്നില്ല. ഒരു ചെക്കപ്പ് കഴിയുമ്പോൾ ഉടനെ അടുത്ത ഡോക്ടർ, അങ്ങനെ ഓരോ ഡോക്ടറും ലാസ്റ്റ് ഒന്ന് ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് വിട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം, കാരണം എന്തുകൊണ്ട് ഈ ഡോക്ടറിന്റെ അടുത്ത് ഇപ്പൊ ലാസ്റ്റ് കുഞ്ഞിനെ വിട്ടേക്കുന്നത്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് കാര്യം എന്താന്ന് ചോദിക്കാന്ന് വെച്ച് ഞാൻ ആ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ കൊച്ചിന് എന്ത് സംഭവിച്ചു, നിങ്ങൾ ആര് രോഗം എന്താന്ന് പറയുന്നില്ല, ഓരോ ടെസ്റ്റ് കഴിയുമ്പോ ഈ ഡോക്ടറിന്റെ അടുത്ത്. അങ്ങനെ ഇപ്പൊ ഒത്തിരി ഡോക്ടർമാരെ ഞങ്ങൾ കണ്ടു, എന്താ ഡോക്ടർ, എന്താ കാര്യം എന്താന്ന് പറയാൻ പറഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അവിടെ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് വന്ന് സ്കാൻ ചെയ്ത് കൊടുത്ത് റിസൾട്ട് നോക്കിയിട്ട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഡോക്ടർ ചോദിച്ചത്, നിങ്ങൾ എന്താ സമയമാ കുம்பிടുന്നതെന്ന് ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാധാരണ ഈ കുഞ്ഞിന്റെ കണ്ണിന്റെ റിറ്റിനയുടെ പുറകിൽ ട്യൂമറാണ്. സാധാരണ കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നത് അകത്തുനിന്ന് കുഞ്ഞിന്റെ കണ്ണ് പുറത്തോട്ട് ഉന്തി വരും, അങ്ങനെയാണ് ഇവിടെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഈ കുഞ്ഞിന്റെ കണ്ണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് നല്ല കണ്ണായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. ഞാൻ നടന്ന സംഭവങ്ങളും ഞാൻ ഈ ഡോക്ടറിന്റെ അടുത്ത് തന്നെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത കണ്ണിന് വ്യാപിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്, 10 ദിവസത്തിന്റെ അകം നിങ്ങൾ ഈ കൊച്ചിന്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത കണ്ണിന് വ്യാപിക്കാതിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ എത്ര രൂപ ആകുമെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു 2 ലക്ഷം രൂപ കൈ കരുതിക്കോളാൻ പറഞ്ഞു. 2 ലക്ഷം രൂപ ആകുമെന്ന് ഞാൻ പറയത്തില്ല, അത്രത്തോളം ആകുമെന്ന് പറയത്തില്ല, അതിൽ കൂടുമെന്ന് പറയത്തില്ല, ഓപ്പറേഷൻ കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ 2 ലക്ഷം രൂപ കരുതിക്കോളാൻ പറഞ്ഞു. ആണ് ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 2 രൂപ ഉണ്ടാക്കാൻ പറ്റാത്ത ഞങ്ങൾ 2 ലക്ഷം രൂപ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങള് തിരിച്ച് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇനി വീട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ മറ്റേ 3 കുഞ്ഞുങ്ങളെയും ഈ പാലമറ്റ ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇട്ടേച്ച് പോയേക്കുന്നത്. ഞാൻ പറയും, ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണ്ട, കാരണം കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റത്തില്ല, കാരണം കൊച്ചും ഇപ്പം മരണത്തിന്റെ അവസ്ഥയിലാണ് ഇപ്പൊ കൊച്ചും നിൽക്കുന്നത്, അതുകൊണ്ട് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പുള്ളിയും പറഞ്ഞു ശരി, ഇനി നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നമുക്ക് ആ റൂമിൽ കിടന്ന് മരിക്കാം എന്ന് പറഞ്ഞേച്ച് ഞങ്ങള് മരണത്തിലോട്ട് ഞങ്ങൾ പോവാ. മരിക്കാൻ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ച് റൂമിലോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സോച്ചാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ അവസാനമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വരം ഒന്ന് കേട്ടിട്ട് നമുക്ക് മരിക്കാം, അവിടെ ഒന്ന് ഫോൺ വിളിച്ച് കുഞ്ഞുങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് മരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഈ വീട്ടിലോട്ട് ഞങ്ങൾ മധുരയിൽ നിന്ന് ഫോൺ ചെയ്തപ്പം അവിടെ മൂത്ത വീട്ടിലെ മൂത്ത അച്ചായനുണ്ടായിരുന്നു. അച്ചായനാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തപ്പോ അച്ചായനോട് ഞങ്ങൾ വിവരം പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട 2 ലക്ഷം രൂപയുടെ താകൂന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവോ കുഞ്ചായ എന്ന് പറഞ്ഞു. അവിടെ കുഞ്ചായൻ ഉടനെ ഞങ്ങളോട് പറഞ്ഞു, ഓ അത്രേ ഉള്ളൂ, ഈ 2 ലക്ഷം രൂപയേ ഉള്ളൂ, അത് സാരമില്ല, അത് എന്റെ കയ്യിലുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോന്നിട്ട് വന്ന ഉടനെ തന്നെ ഈ പൈസ എടുത്തിട്ട് നിങ്ങൾ ഉടനെ തന്നെ ആശുപത്രിയിൽ ചെന്ന് നിങ്ങൾ കൊച്ചിന്റെ ഓപ്പറേഷൻ ചെയ്യും, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ കുഞ്ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് മരിക്കേണ്ട, നമുക്ക് പോയി പൈസ മേടിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിനെ രക്ഷിക്കാന്ന് പറഞ്ഞേച്ച് ഞങ്ങള് അവിടെ നിന്ന് ആ മരണവും ദൈവം അവിടെ മാറ്റിവെച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഇവിടെ വന്ന് ഈ കുഞ്ചായന്റെ അവിടെ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ചായൻ ഞങ്ങളോട് പറയാ, സലോമി നിങ്ങൾ ഫോൺ വിളിച്ചപ്പം
ആരോ എന്റെ ഉള്ളിൽ പറയുന്നു നിങ്ങൾ എന്തോ അപകടത്തിൽപ്പെട്ട് നിൽക്കുക, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കുക, അവരെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കുന്ന ആരോ എന്റെ ഉള്ളിൽ പറയുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പെട്ടെന്ന് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് കള്ളമാണ്, കാരണം എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുണ പറഞ്ഞതാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അന്നേരപ്പോഴും ഇവര് തന്നെയാണ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നത്. സാരമില്ല സനോമി, വിഷമിക്കേണ്ട, 10 ദിവസം ഇല്ലേ, ഈ 10 ദിവസം കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, അതുകൊണ്ട് ഒന്നും ഓർക്കണം. അപ്പൊ ഞാൻ മനസ്സിൽ ഓർക്കുന്ന മൊത്തം ഇവരൊക്കെ വലിയ ആൾക്കാരാണ്, അപ്പൊ ഇവരെന്തെങ്കിലും ചെയ്തു തരും, അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ നടന്നത് മറ്റൊന്നായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് പത്രത്തിലും ടിവിയിലും എല്ലാം കൊച്ചിന്റെ പരസ്യം കൊടുത്തു. അതിനിടയ്ക്ക് എത്രയേരുമില്ല വീടുകളിലെല്ലാം കയറി ഞങ്ങൾ പിരിവ് നടത്തി, ഭിക്ഷ എടുത്ത്, ശരിക്കും പറഞ്ഞ പിരിവല്ല, ഭിക്ഷ എടുക്കുമായിരുന്നു. കാരണം ഓരോ വീട്, ചില വീടുകളിൽ ചോദിക്കുമ്പോൾ ചില വീടുകളിൽ തരത്തില്ല, ചില വീടുകളിൽ ഓടിക്കും, ചിലവർ പട്ടി അഴിച്ചിടും. ആ ഒരു അവസ്ഥയായിരുന്നു. നമ്മളറിയാം, നമ്മൾ എത്ര ഉയരത്തിൽ പറന്നാലും ഇറങ്ങണമെങ്കിൽ നമ്മൾ താഴെ വന്നേ പറ്റുള്ളൂ. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ സുഖത്തോടു കൂടി ഞാൻ ജീവിച്ച ഞാനാണ്. ഞാനൊരു ഡ്രസ്സ് ഇടുവാണെങ്കിൽ പോലും ആ ഡ്രസ്സിന് ചേരുന്ന കമ്മല്, മാല, ക്യൂടെക്സ്, ചെരുപ്പ് എല്ലാം, ഒരു പള്ളി പോണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇട്ടാണ് ഞാൻ പള്ളിയിൽ പോലും പോകുന്നത്. അച്ഛന്മാര് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ കാതേ കിടക്കുന്ന കമ്മല് കണ്ടിട്ട് ചോദിക്കാറുണ്ട്, നീ എന്നെ കസാരയാണോ കട്ടിലാണോ തൂക്കിയേക്കുന്നതെന്ന്. അത്രയും സുഖത്തോടെ ജീവിച്ച എന്നെ ദൈവം തമ്പുരാൻ ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് എന്നെ ഭിക്ഷക്കാരിയായിട്ട് മാറ്റി. ആണ് നമ്മൾ എപ്പോഴും ഓർത്തോണം, എത്ര ഉയരത്തിൽ പറഞ്ഞാലും നമ്മൾ ഇറങ്ങണമെങ്കിൽ താഴെ വന്നേ പറ്റൂ. കാരണം അങ്ങനെ ഓരോ വീടുകളിലും കയറി അങ്ങനെ കിട്ടുന്ന പൈസ മൊത്തം ഈ വീട്ടിൽ കൊണ്ടു കൊടുക്കും, ചേർത്ത് വെക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര തലവേദന, തലയ്ക്കകത്ത് സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, ഞാൻ പോയി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഒരു ഗുളിക മേടിച്ചോണ്ട് വരാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം പുള്ളി പറഞ്ഞു, ശരി നീ മേടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ് എന്നെ ഒരു വണ്ടി കയറ്റി വിട്ടു. ഞാൻ വണ്ടി കയറി ഞാൻ ടൗണിൽ ചെന്ന് ഇറങ്ങുമ്പം ഞാൻ കാണുന്നത് എന്റെ കുഞ്ഞിന്റെ ഒരു വലിയൊരു 6 അടി വലിപ്പം കാണും ഒരു ഫ്ലെക്സ്. അത് ചെയ്തു വെച്ച് അതിന്റെ അടിയിൽ അവിടുത്തെ കടക്കാരൊക്കെ കൂടി ചേർന്ന് വെച്ചേക്കുന്ന, അതിലെഴുതിയേക്കുന്ന ബട്ടർഫ്ലൈ മാതിരി പറന്നുപോയ, പൂമ്പാറ്റ പോലെ നടന്ന് പറന്നുപോയ കൊച്ചിന്റെ ഒരു ചിറക് ഒടിഞ്ഞു പോയി, സഹായിക്കാനുള്ളവരെല്ലാം സഹായിക്കെന്ന് പറഞ്ഞ് അതിന്റെ അടിയിൽ ഒരു 3 ബക്കറ്റും വെച്ചിട്ടുണ്ട്. പോകുന്നവര് വരുന്നവരെല്ലാം ആ ബക്കറ്റിൽ പൈസ ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഒരമ്മ കണ്ടു നിൽക്കുന്ന വേദന എന്തുമാത്രമെന്ന്. ഞാൻ ആ ഫോട്ടോയുടെ അടുത്ത് പോയി നിന്ന് ഞാൻ തന്നെ പോയി ഇവിടുന്ന് ഈ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ദൈവമേ ഈ കുഞ്ഞിനെ കണ്ട എന്ത് രസമാ, ഈ കുഞ്ഞിന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കുന്നു. പക്ഷെ ഒരു അമ്മ ഇതിന്റെ അടുത്ത് തന്നെ നിന്ന് സഹിക്കുന്നെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ആ ടൗണിൽ തന്നെ നിന്ന് ഞാൻ ദൈവത്തോട് ഒന്ന് മാത്രം ചോദിച്ചു, ദൈവമേ ഇതിലും കൂടുതൽ നിനക്ക് എന്തെങ്കിലും എനിക്ക് തരാനുണ്ടെങ്കിൽ തന്നോ. കാരണം ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ഈ കുഞ്ഞു പ്രായത്തിൽ ഞാൻ അനുഭവിക്കാത്ത വേദനകളെല്ലാം ഞാൻ അനുഭവിച്ചു. ഇനി നിനക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നീ അതും കൂടെ തന്നോ, ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവരിട്ട ഓരോ തുള്ളി പൈസയും, ഓരോ തുള്ളി, ഓരോ മണികളും എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ തിരിച്ച് ആശുപത്രിയിൽ ചെന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ എല്ലാ ആഗ്രഹവും, അപ്പനും അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്റെ കുഞ്ഞിന് കാഴ്ച കിട്ടുമോന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നപ്പം ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചായിരുന്നു, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കുന്നതെന്ന്. ആ ദൈവത്തെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ കുഞ്ഞിന്റെ കണ്ണിന് കാഴ്ച തരാൻ പറ്റുള്ളൂ. കാരണം മെഡിക്കൽ ഇതിൽ ഞങ്ങൾ ആ നെയറും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഒരിക്കലും ആ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. പക്ഷെ മറ്റേ കണ്ണിന് ഒരു കുഴപ്പമില്ല, നല്ല കണ്ണാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ സാരമില്ല, എനിക്ക് ആ ഒരു കണ്ണ് മതി. കാരണം അവൻ അത്രയും നാളും ഈ ഒരു കണ്ണും കൊണ്ടാ നടന്നേന്നുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ആ ഒരു കണ്ണ് തന്നെ മതി ഡോക്ടർ, മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ച് ഞങ്ങൾ വന്നു. തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ മാതാവിന്റെ അത്ഭുതം നടക്കുന്നത്. വീട്ടിലോട്ട് ഞങ്ങൾ മാറുന്നേ. അവിടെ നിന്ന് 2-3 മാസം അതിന്റെ മുമ്പേ തന്നെ ഞാൻ കുഞ്ഞുങ്ങളെല്ലാം ഓർഫനേജിലാക്കിയായിരുന്നു. മോളെ ആണെങ്കിൽ പൊന്നൂര് ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് എന്ന് പറഞ്ഞ് പൊന്നൂരിൽ കോൺവെന്റ് ഉണ്ട്, അവിടെയാണ് അവളെ മോളെ വിട്ടത്. പിന്നെ 2 ആൺപിള്ളേരെയും ഫോർട്ട് കൊച്ചിയിൽ ഓർഫനേജിലാണ്. അപ്പൊ പിള്ളേരെല്ലാം ഓർഫനേജിലായിരുന്നു. ഇവര് മാർച്ച് മാസമാണ് ഇവര് വീട്ടിലോട്ട് വരുന്നത്. അന്നേരത്തിന് എന്റെ അസുഖം ബ്ലഡ് ഛർദ്ദിക്കാൻ ഞാൻ തുടങ്ങി. ബ്ലഡ് ഛർദ്ദിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, അതുപോലെ ബ്ലഡ് ഛർദ്ദിക്കും. മരിക്കാറായിട്ടുള്ള ഒരു മാർച്ച് മാസം ഇവര് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് നിൽക്കുമ്പം എനിക്ക്
ഒരു ദിവസം 7-8 പ്രാവശ്യം ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചു. അപ്പൊ എനിക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ മരിക്കും. കാരണം എനിക്ക് ഇനിയിപ്പോ ഇനി എനിക്ക് ദൈവം ആയുസ് തന്നിട്ടില്ല, ഞാൻ മരണത്തിന് അടുത്ത് കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ മോളോട് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇനി നീ വേണം ഇവന്മാരെ 3 പേരെയും നോക്കേണ്ടത് നിന്റെ കടമയാണ്. കാരണം നീ പഠിച്ചു വലിയവളായി, ഈ കുഞ്ഞുങ്ങളെ എല്ലാം നോക്കണം. നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടെങ്കിൽ ചിലപ്പോ മമ്മി ജീവനോടെ കാണത്തില്ല, മമ്മി മരിക്കും, മമ്മി അതുപോലെ വയ്യാതെയായി എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പം ഈ 4 പേരും കൂടെ കരഞ്ഞോണ്ട് ഈ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് മാതാവിന്റെ ഫോട്ടോയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയാ, മാതാവേ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ അമ്മയെ തന്നെ ഞങ്ങൾക്ക് മമ്മിയെ വേണം, ഞങ്ങളുടെ മമ്മി ആരും ഇല്ലാതെ ഈശോയെ ഞങ്ങൾക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞേച്ച് ആ മാതാവിന്റെ ഇതിൽ കണ്ടും കെട്ടിപ്പിടിച്ച് കിടന്ന് പിള്ളേര് 4 പേരും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിവര് കരയുന്ന കണ്ടിട്ട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കരയില്ലേ, മമ്മിക്ക് ഇച്ചിരി നേരം കിടക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾ ഇച്ചിരി നേരം പുറത്തു പോയി ഇന്ന് കളിക്കും മക്കളെ, ഞാൻ അന്നേരം ഇച്ചിരി നേരം കിടക്കട്ടെ, മമ്മി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞേച്ച് ഇവരെ പുറത്ത് വിട്ടേച്ച് ഞാൻ എന്റെ റൂമിൽ കയറി കിടന്നൊരു 10 മിനിറ്റ് പോലും ആയില്ല എന്റെ കഥകനായിട്ട് തട്ടുന്ന ഒച്ച കേൾക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പിള്ളേര് കിടക്കി ഉറക്കുന്നു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞേച്ച് ഞാൻ എണ്ണീറ്റ് വന്ന് കഥക് തുറന്നപ്പോ ഒരു വളരെ സുന്ദരിയായ ഒരു അമ്മച്ചിയാണ് വാതിക്കെ നിൽക്കുന്നത്. ഉടനെ ഞാന് ചോദിച്ചു, അമ്മച്ചി എവിടുന്നാ വരുന്നേന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ തന്നെ കൊണ്ടുപോകാൻ. അപ്പൊ ഈ അമ്മച്ചി എന്നെ കണ്ടപ്പോൾ മോക്ക് തീർത്തും മേലല്ലേ മോളേന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ഓർത്ത് എന്റെ മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അമ്മച്ചി അങ്ങനെ ചോദിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, അതെ അമ്മച്ചി തീർത്തും മേല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, അമ്മച്ചി എവിടുന്നാ വന്നേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മച്ചി വന്നേന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ അമ്മച്ചി തരാമല്ലോ എന്ന് പറഞ്ഞേച്ച് ഞാന് വെള്ളം എടുക്കാനായിട്ട് പോയി. പതിയെ ചെന്ന് വെള്ളം എടുത്തിട്ട് തിരിച്ചു വന്നപ്പം ഈ അമ്മച്ചി ഇല്ല. പക്ഷെ ഈ അമ്മച്ചി വന്നപ്പം ഭയങ്കര മണമാണ്, ഭയങ്കര മണം എന്ന് പറഞ്ഞാല് ഭയങ്കര. അപ്പൊ ഞാൻ ഓർക്കും, ഇത്രയും പ്രായമായിട്ട് പോലും ഈ അമ്മച്ചി സ്പ്രേ അടിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നതെന്ന് വരെ ഞാൻ മനസ്സിൽ ഓർത്തിട്ടാണ് ഈ വെള്ളം എടുക്കാൻ പോകുന്നത് പോലും. എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഈ അമ്മച്ചി ഇല്ല. അപ്പൊ ഞാൻ പിള്ളേരോട് ചോദിച്ചു, മോനെ ഇപ്പൊ വന്ന അമ്മച്ചി എന്തേടാ വെള്ളം ചോദിച്ചൊരു അമ്മച്ചി വന്നല്ലോ, ഈ അമ്മച്ചി എന്തെയ്യും ചോദിച്ചപ്പോ പിള്ളേർ പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു അമ്മച്ചി ഇവിടെ വന്നില്ല, മമ്മി എന്താ സ്വപ്നം കണ്ടതാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല മക്കളെ, എന്നോട് സംസാരിച്ചു, എന്നോട് വെള്ളവും ചോദിച്ചു, അതല്ലേ ഞാൻ വെള്ളം എടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞു. ഇല്ല മമ്മി, ഇതിലെ കൂടെ ആരും വന്നില്ല മമ്മി. ഞാൻ പറഞ്ഞില്ല മോനെ, അവര് വന്ന് നിങ്ങൾ കണ്ടു കാണത്തില്ല, അടുത്ത വീട്ടിൽ പോയിക്കാണ്, നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. പിള്ളേര് ചെന്ന് നോക്കി നോക്കിയപ്പോ അവിടെയൊന്നും ഇല്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മമ്മി അവിടെ ഇല്ല, മമ്മി ചുമ്മാ പറയുന്ന. ഞാൻ പറഞ്ഞില്ല മോനെ, ആ അമ്മയ്ക്ക് അടിച്ചുകൊണ്ട് വന്ന സ്പ്രേയുടെ മണം പോലും നമ്മുടെ മുറിക്കകത്തുണ്ട്, നിങ്ങൾ വന്ന് വേണേ കയറി നോക്കും, അതുപോലെ മണമുണ്ട്. നിങ്ങൾ നാല് പിള്ളേരെല്ലാം ചാടി കയറി നോക്കുമ്പോ വീട് നിറച്ച് സുഗന്ധം, ഭയങ്കര മണം. അപ്പൊ പിള്ളേർ പറഞ്ഞു, ശരിയാണ് അമ്മച്ചി വന്നത് കറക്റ്റാണ്. എനിക്ക് അന്നേരം ഭയങ്കര ദാഹം. അതുകൊണ്ട് ഞാൻ പിള്ളേരുടെ അമ്മച്ചിക്ക് വെള്ളം വേണ്ടെങ്കിൽ വേണ്ടെന്ന്, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞേച്ചേ ആ വെള്ളം ഞാൻ കുടിച്ച് ഇന്ന് ഈ സൂമിൽ നിങ്ങളുടെ ഒപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ എനിക്ക് പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് മാതാവ് വെള്ളം തന്ന് എനിക്ക് ഈ അസുഖം മാറി എന്നുള്ള അന്നേരം ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ബ്ലഡ് ഒന്നും ഛർദ്ദിച്ചിട്ടില്ല. ആ മാർച്ച് മാസം 17-ാം തീയതിയാണ് മാതാവിന്റെ കണ്ണീന്ന് ബ്ലഡ് വരുന്നത്, പ്രസവിച്ച മാതാവിന്റെ കണ്ണീന്ന്. അപ്പം ഈ ബ്ലഡ് വരുന്നത് രാവിലെ മോൻ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് ഇവൻ ഇത് കാണുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണമായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ എന്റെ ഒരു അനിയത്തി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, അവളെ കാണാൻ പോകണം. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു, മോനെ ഇന്ന് നമുക്ക് ഇങ്ങനെ ആശുപത്രിയിൽ പോകണം, കുഞ്ഞിനെ കാണാൻ പോകണം. അപ്പൊ ഇവർക്ക് എങ്ങനെയും പുറത്തൊക്കെ ഇറങ്ങുന്ന ഭയങ്കര സന്തോഷമാണ് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും നേരത്തെ ഒരുങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനാണ് ആദ്യം, ഈ ഒരു കണ്ണുള്ളവനാണ് പ്രാർത്ഥിക്കാനായിട്ട് ആദ്യം പോകുന്നത്. ഇവൻ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മാതാവിന്റെ കണ്ണീന്ന് ചോര വരുന്നത്. ഇവൻ ഉടനെ തന്നെ ആ ചോര ഒരു കൈ കൊണ്ട് തോണ്ടി എടുത്തിട്ട് ഇവന്റെ നാക്കിൽ വെച്ച് നോക്കി. അപ്പൊ ചോരയാന്ന് അറിഞ്ഞപ്പോ പിന്നെ ഇവൻ പിന്നെയും ബ്ലഡ് എടുത്തോണ്ട് ഇവൻ എന്റെ ബെഡ്റൂമിലോട്ട് വന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, മമ്മി മാതാവിന്റെ കണ്ണീന്ന് ഇതേ ചോര വരുന്നെന്ന്. ഉടനെ ഞാൻ ഇവനെ ഓടിച്ചിട്ട് പറയും, പോടാ അങ്ങോട്ട്, മാതാവിന്റെ കണ്ണീന്ന് ചോര. ഇതുവരെ ഞാൻ സത്യത്തില് ഇങ്ങനെ ഒരു സംഭവം വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു ഇതേ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവിന്റെ കണ്ണീന്ന് ചോരയോ, നീ രാവിലെ എന്തെങ്കിലും ബ്ലേഡ് എടുത്ത് കൈ മുറിച്ചിട്ട് ചെന്നിട്ട് മാതാവിനെ തൊട്ടതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവിടെ ചോരയത്. അല്ല മമ്മി, ഞാൻ കൈ ഊപ്പി നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ചോര വന്നു, ഞാൻ അതെടുത്ത് നാക്കിൽ വെച്ച്, അത് ചോര തന്നെ, മമ്മി ഒന്ന് എണ്ണീറ്റ് വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് എണ്ണീറ്റ് നോക്കുമ്പോ ശരിയാണ്,
അതിൽ നിന്ന് 2 കണ്ണിൽ നിന്ന് ഇങ്ങനെ ചോര വന്നിട്ടുണ്ട്. ഇവൻ അതിൽ ഒരു കണ്ണിലുള്ളത് തൂത്തിട്ടുമുണ്ട്. ഉടനെ തന്നെ ഞാൻ അച്ഛനെ അറിയിച്ചു. ഈ റോസമ്മസ്യ മാതാവിന്റെ ഫോട്ടോ തന്നെ ജോയി അച്ഛനാണ്. അപ്പൊ ഈ ജോയി അച്ഛനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോ തരുമ്പോ തന്നെ അച്ഛൻ എന്നോട് പറയുന്നുണ്ട്, സലോമി ഇത് മാതാവ് അത്ഭുതം മിസ്റ്റിക്കൽ റോസാണ്, ഇത് അത്ഭുതം പ്രവർത്തിക്കുന്ന മാതാവാണ്, നീ ഇത് വെച്ച് പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും മാതാവ് അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാണ് അച്ഛൻ എനിക്ക് ഈ ഫോട്ടോ തരുന്നത് പോലും. അച്ഛൻ തന്ന പ്രാർത്ഥന അന്ന് തൊട്ട് ഞങ്ങൾ ചൊല്ലുന്നുമുണ്ട്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ആരോടും പറയണ്ട, ഞങ്ങൾ വൈകിട്ട് വരാന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു അച്ഛനാണ് ഡൊമിനിക് വാളവിനാൽ അച്ഛൻ. അച്ഛനും ഈ ജോയി അച്ഛനും കൂടെയാണ് രാത്രി വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത് ചിലപ്പോ പെയിന്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല, പെയിന്റ് വല്ല ഇളകി കാണാം, അതുകൊണ്ട് കണ്ടിട്ടായിരിക്കും സലോമി അങ്ങനെ പറയുന്നത്, ഏതായാലും നോക്കാം അച്ഛാന്ന് പറഞ്ഞു. അവിടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ രക്തം ഒഴുകുന്നതാണ് അച്ഛൻ കാണുന്നത്. ഡൊമിനിക് അച്ഛൻ കണ്ടു ഓടി വന്ന് മുട്ടിന്മേൽ നിന്നിട്ട് അച്ഛൻ പറഞ്ഞു, എന്റെ മാതാവേ ഈ കാണുന്നത്, ഞാൻ എന്താ ഈ കാണുന്നതെന്ന് പറഞ്ഞു വെച്ചാണ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ബ്ലഡ് ആണല്ലോ ചേച്ചി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇടവക പള്ളിയിൽ അച്ഛനെ അറിയിക്കാന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അന്ന് ഇടവക പള്ളിയിൽ നിന്ന് മാറ്റി വയലിങ്കൽ അച്ഛനായിരുന്നു, അച്ഛനെ വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛനും വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു. അപ്പൊ അച്ഛനൊക്കെ മാറ്റി വയലിങ്കൽ അച്ഛനാണെന്ന് പറഞ്ഞ ഈ ഒരുപാട് പ്രാർത്ഥന എപ്പോഴും ഈ എന്താ പറയാ ഈ പിശാചിനെയൊക്കെ ഓടിക്കുന്ന അച്ഛനാണ്. അപ്പൊ ആ അച്ഛൻ്റെ അടുത്ത് എല്ലാവരും ഒരുപാട് ജനങ്ങൾ പ്രാർത്ഥിക്കാറൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അച്ഛനെ വിളിച്ച് പറയുമ്പോ അച്ഛൻ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാന്നാ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടനെ അച്ഛൻ പറഞ്ഞു, പിന്നെ സലോമി ഇവിടെ ദൈവത്തിന് മാതാവിന്റെ ഇടപെടലുണ്ടല്ലോ, എനിക്ക് അതിന്റെ ഫീൽ ചെയ്യുന്നുണ്ട്, മാതാവിന്റെ ഇടപെടലുണ്ടെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ജപമാല ചൊല്ലാം, ആര് വന്നാലും നിങ്ങൾ ഇവിടുന്ന് ജപമാല ചൊല്ലിക്കാവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങള് പിന്നെ എല്ലാ ജപമാലയായിരുന്നു അവിടെ നിന്ന് ചൊല്ലുന്നതല്ല. അത് കഴിഞ്ഞ് അച്ഛൻ വന്നു പോയി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങള് രാത്രി കിടന്നുറങ്ങും. അപ്പൊ ഒരിക്കൽ പോലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ ഒരു കണ്ണേ ഉള്ളതുകൊണ്ട് ഇവൻ ഞങ്ങളുടെ കൂടെ കിടക്കത്തുമില്ല. അതില്ലാതെ ഇവൻ എവിടെ കിടക്കുന്നു അവിടെ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ, ഇവൻ എണ്ണീറ്റ് ഒരിടത്തും പോകത്തില്ല. പക്ഷെ അന്ന് ഇവൻ രാത്രി എന്റെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഓടി കയറി വന്നപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ഓടി ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് ഇങ്ങനെ കയറി വരുന്നത്, നിനക്ക് എന്നെ കണ്ണിന് കാഴ്ച കിട്ടിയ നീ ഇങ്ങനെ ഓടി വരുന്നത്? അന്ന് ഇവൻ എന്നോട് പറയാം, മമ്മി ഈ കണ്ണുണ്ടല്ലോ, അന്ന് ഞാൻ ആ ചോര എടുത്ത് വായിൽ വെച്ചില്ല, അപ്പൊ തന്നെ എനിക്ക് ഈ കണ്ണിന് വെട്ടം വന്നു മമ്മി. ഇവൻ എന്നോട് പറയാ, എന്റെ കണ്ണിന് നല്ല വെട്ടമുണ്ട് മമ്മീന്ന്. ഞാൻ ആ കട്ടിലേന്ന് ചാടി എണ്ണീറ്റ് മോന്റെ കണ്ണെ പിടിച്ചു നോക്കിയപ്പം 2 കണ്ണിനും നല്ല കാഴ്ച. ഇവൻ 2 കണ്ണും കൊണ്ട് ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. മുന്നേ തന്നെ ഞാന് എനിക്ക് എന്താ ചെയ്യണമെന്ന് പോലും അന്നേരം അറിയത്തില്ല. ഉടൻ തന്നെ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞ് നമുക്ക് രാവിലെ നോക്കാം. അപ്പൊ രാത്രിയല്ലേ, രാവിലെ ആട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഇവനെല്ലാം പറയുന്നുണ്ടെന്ന്. അപ്പൊ അന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോകണം. അപ്പൊ ആ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അച്ഛൻ തന്നെ വന്ന് നോക്കുമ്പം ഇവൻ 2 കണ്ണിലും ഇവൻ ശരിക്കും സംസാരിക്കുന്നുണ്ട്. ഒരു കാഴ്ച, നല്ലപോലെ കാഴ്ച കിട്ടി. ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു, ഇത് നമ്മൾ ഇവിടെ പറഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതല്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്ന് ടെസ്റ്റ് ചെയ്യണം, ഞങ്ങൾ പറയുന്ന ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് എന്റെ കൂടെ വന്ന് സ്റ്റീഫൻ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറിനെ കാണിച്ചു. സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിന്റെ കണ്ണ് സ്കാൻ ചെയ്ത് നോക്കുമ്പോ ആ ഡോക്ടർ പറയാ, കണ്ണിന് ഒരു കുഴപ്പമില്ല, 2 കണ്ണിന് നല്ല പവർ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ കൊച്ചിന്റെ മാതാവ് കാഴ്ച കൊടുത്തല്ലോ എന്നോർത്ത്. ആ സമയമാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു, പിന്നെ അന്ന് ഇങ്ങനെ ഒരു അമ്മച്ചി വന്ന് എനിക്ക് വെള്ളം തന്നതിന് ശേഷം ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചില്ലയോ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് അത് മാതാവായിരിക്കുമോ, മാതാവാണ് എനിക്ക് വെള്ളം കൊണ്ട് തന്നത് എന്നോർത്ത് ഞാൻ ഈ അച്ഛനോട് തന്നെ ഈ കഥ പറയുക. കാരണം അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെയും കൂടെ സ്കാൻ ചെയ്യാം, അപ്പൊ അറിയാൻ പറ്റൂല നിനക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമ്മ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത്, എനിക്ക് ഫുൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഡോക്ടർ പറയാ, സലോമി ഇങ്ങനെ ഒരു അസുഖം വന്നതായിട്ടുള്ള ഒരു പാട് പോലും ഇല്ലാന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം മാതാവ് ആ വെള്ളം മരുന്നാക്കി മാറ്റി എനിക്ക് തന്നാണ്. ഒന്നും നമ്മൾ ഓർത്താൽ മതി, സഹനം വന്ന് കൃപയായിട്ട് മാറ്റുന്ന ഒരു സെക്കൻഡ് മതി നമ്മുടെ സഹനങ്ങളൊക്കെ കൃപകളായിട്ട് മാറാനായിട്ട്. അത്രയും സഹനം എനിക്ക് തന്ന് ഞാൻ മാതാവിനോട് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീയൊക്കെ ഒരു പെണ്ണാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അമ്മയോട്. കാരണം ഒരു പെണ്ണിന്റെ വേദന അറിയാതെ നീ ഇരിക്കുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ അത് കഴിഞ്ഞാണ് എനിക്കത് മനസ്സിലായത്, ദൈവമേ നീ തരുന്ന
ഓരോ സഹനം ഇത്രയും വലിയ നന്മയ്ക്കായിരുന്നു എന്ന് ഓർത്ത് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഓരോ സഹനം എനിക്ക് തരുമ്പോൾ ആദ്യം ചെറിയൊരു വിഷമം നമുക്ക് തോന്നിയാൽ പിന്നെ ഞാൻ ഓർക്കും ദൈവമേ നീ ഈ സഹനം തരുന്നത് എനിക്ക് എത്ര വലിയ സന്തോഷത്തിനാണെന്നുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരോടും ഞാൻ പറയുക, ഓരോ തരത്തിലായിരിക്കും ഓരോ വിഷമങ്ങളും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. കുടുംബത്തിലും കടങ്ങളായിട്ടും വീടില്ലാഞ്ഞിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും അങ്ങനെ പല 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 ബുദ്ധിമുട്ടുകളായിട്ടാണ് ദൈവം നമുക്ക് ഓരോ സഹനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കുക, ദൈവമേ നീ അറിയാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കത്തില്ല. ഒരു ഒരു ഉറുമ്പ് പോലും നീ അറിയാതെ ചലിക്കാൻ പാടില്ല. അപ്പൊ ഒന്നും ഓർപ്പിച്ചാൽ മതി, ഓരോ സഹനത്തിന്റെ പുറകിലും ഓരോ വലിയ നന്മ നമുക്കുണ്ടാകും. അതുപോലെ ജപമാല ചൊല്ലുക, ഓരോ മണി ജപമാലയ്ക്കും നമുക്ക് ദൈവം തമ്പുരാൻ ഓരോ മണി ചൊല്ലുമ്പോഴും നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓരോ കല്ല് നമ്മൾ എറിയുമ്പോഴും നമ്മളെ നോക്കി എറിയുമ്പോഴും ഓരോ കല്ലിനും ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമേ നീ തരുന്ന ഓരോ സഹനങ്ങളും നീ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാല ഓരോ കുടുംബത്തിൽ എന്നും ജപമാല ചൊല്ലുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരുപാട് നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ ഒരു ജപമാല നമ്മൾ കുടുംബമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജപമാലയുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, വീടിന് ചുറ്റും നടന്നു ചെല്ലുമ്പോൾ പോലും ഞാൻ പറയില്ലേ, ട്രെയിൻ പോകുന്ന പോലെയാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആ ഓരോ ജപമാലയുടെ അനുഗ്രഹങ്ങൾ ഇപ്പം ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് നമ്മൾ എല്ലാരും വെറുക്കും, എല്ലാരും നമ്മൾ കുടുംബത്തിലുള്ള ഒരു അന്യ ആൾക്കാരും ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല, വെറുത്ത് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കും. പക്ഷെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ എല്ലാവരുടെ മുമ്പിലും നമ്മളെ കൊണ്ട് കാണിക്കാനുള്ള അനുഗ്രഹം നമുക്ക് തരും. കാരണം എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സമയത്ത് ആൾക്കാര് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു, മിണ്ടാൻ പോലും തിരിഞ്ഞു നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ ഇന്നിപ്പോ ഞാൻ ഓർക്കുവാണ്, ഇന്ന് നിങ്ങൾ ഏതൊക്കെ എവിടെ നിന്നൊക്കെ ഇരുന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ പറയുക, ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ സംസാരിக்க വെച്ച് ദൈവം എത്ര വലിയവനാണ്. നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, ദൈവമേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, മക്കളോട് ജപമാല ചൊല്ലി പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളുള്ളവർ അവരെ കുഞ്ഞുനാൾ മുതലേ ജപമാലയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അന്നേരം ഇപ്പം മാത്രമേ അവർക്ക് അറിയുള്ളൂ. വലുതായി കഴിഞ്ഞ് നമ്മൾ ചൊല്ലാന്ന് ഓർക്കുന്ന അവർക്ക് അറിയത്തില്ല. കുഞ്ഞുനാൾ മുതലേ നമ്മൾ പിള്ളേരെ ദൈവത്തിലോട്ട് അടുപ്പിക്കണം. കാരണം നമ്മൾ ദൈവത്തോട് അടുക്കും തോറും ഒരുപാട് അടുക്കുമ്പോൾ ഒരുപാട് സഹനങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ ആ സഹനങ്ങൾ സഹിച്ച് നിന്നാല് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു നന്മ തന്നെ നമുക്ക് കിട്ടാനായിട്ട് വേണം. അതുപോലെ ഓരോരുത്തർ ഓരോ നന്മ ചെയ്യണം. ഓരോ ദിവസം എണ്ണീക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇന്ന് ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്, ഇന്ന് എന്ത് നന്മ നീ എനിക്ക് കാണിച്ചിട്ടുണ്ട്, എന്റെ കൺമുൻപിൽ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ നന്മ ചെയ്യുമ്പോഴും ആ നന്മയുടെ പ്രതിഫലം നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുന്ന സമയത്ത്, ഒരിക്കൽ പോലും നമ്മൾ മനസ്സിൽ വിചാരിക്കാൻ നേരത്ത് നമുക്ക് ആ പ്രതിഫലം നമുക്ക് കിട്ടും. എനിക്ക് ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ മോളുടെ ആ സഹനത്തിലൂടെ നടന്ന കുഞ്ഞ് 18 വയസ്സായപ്പം അവള് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തമിഴാണ് പഠിച്ചത്, എനിക്ക് മലയാളം പോലും അറിയില്ല. ഞാൻ മലയാളം ഇങ്ങനെ എനിക്ക് സംസാരിക്കാനേ അറിയുള്ളൂ, എനിക്കല്ലാതെ വേറെ എനിക്ക് എഴുതാനോ ഒന്നും ഇപ്പോഴും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഒരു PTA മീറ്റിങ്ങിന് പോലും ഞാൻ പോയിട്ടില്ല. എനിക്ക് ഈ മലയാളം അറിയാത്ത കൊണ്ടാണ് ഞാൻ പോകത്തില്ല, പുള്ളിയും പോകാറില്ല ഞാൻ. പക്ഷെ ഇതെല്ലാം നടത്തിയത് ദൈവം തമ്പുരാൻ. എന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് എല്ലാം. എന്റെ മോളാണെങ്കിൽ CS പഠിക്കുമ്പോ കോളേജിൽ പോകുന്നതും വരുന്നതും എല്ലാം അവള് തന്നെ എല്ലാം ശരിയാക്കി 18 വയസ്സിൽ അവള് പോയി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കല്യാണാലോചന വരുന്നത്. കല്യാണാലോചന വന്നപ്പോ ഞാൻ ഉറപ്പ നേരത്തിന് എന്റെ ഹസ്ബൻഡിന് അസുഖം ഒരുപാട് കൂടിയപ്പം പുള്ളി പറഞ്ഞു, ഇവളുടെ കല്യാണം വെക്കണം, എനിക്ക് ഇവളുടെ കല്യാണം മരിക്കുന്നതിന് മുമ്പ് ഇവളുടെ കല്യാണം എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, മോനെ ഡാഡി ആഗ്രഹിക്കുന്നുണ്ട്, നിന്റെ കല്യാണം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നപ്പോ സോനി ഇവക്ക് ഒരു ആലോചന വന്നു. ചെറുക്കൻ കാണാൻ വന്നപ്പോ ഇവളെന്നോട് പറഞ്ഞു, മമ്മി ഞാൻ കുഞ്ഞുനാളിൽ എന്തുമാത്രം വിഷമങ്ങൾ ദുഃഖം മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ, സന്തോഷം എന്താന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ മമ്മി. ഇനി എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മമ്മി എന്നെ പഠിപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ പഠിപ്പിക്കാം, പക്ഷെ നിന്റെ ഒരു കല്യാണം നടക്കുവാണെങ്കിൽ അന്ന് ഡാഡി ഇല്ലാത്ത ഒരു കല്യാണം നിനക്ക് നടത്തി തരണ്ട മോനെ, ഡാഡിയുടെ ആഗ്രഹമാണ് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഇവള് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്ന് എന്നോട് പറഞ്ഞു, മമ്മി സാരമില്ല, പഠിച്ചില്ലേലും സാരമില്ല മമ്മി, എന്റെ കല്യാണം നടത്തി, കാരണം ഡാഡി ഇല്ലാത്തൊരു കല്യാണം ചിന്തിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഡാഡി ഉള്ളപ്പം തന്നെ എന്നെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞു. അവരോട് ചെന്ന് മമ്മി സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അവരുടെ വീട്ടിൽ ചെന്നു.
വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം അവര് ഞങ്ങളോട് ശ്രീധരനും 10-20 പവന്റെ സ്വർണവും 3 ലക്ഷം രൂപ അങ്ങനെ കല്യാണത്തിന്റെ ഇത് അവർ ചോദിച്ചപ്പോ ഞാൻ എല്ലാം ഓക്കെ പറഞ്ഞു. ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാം ശരിയെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോ എന്റെ മോളും എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കാം, ഈ കല്യാണം നടത്താൻ മമ്മിക്ക് താല്പര്യം ഇല്ലല്ലേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മോളെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഓ മമ്മി ഈ ശ്രീധരം എല്ലാം കൊടുക്കും, ഇന്ന് വരെ ഇറങ്ങി എന്റെ ചെവിയിൽ ഒരു കമ്മല് ഞാൻ ഇട്ടിട്ട് അതിലൊരു കമ്മൽ ഇട്ടിട്ടില്ല, ഞാനാണ് ഇത്രയും സ്വർണ്ണം ഇട്ടേച്ച് ഇറങ്ങുന്നത്. അപ്പൊ ഇതൊന്നും നമ്മളെ കൊണ്ട് കിട്ടത്തില്ലല്ലോ മമ്മി, നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മമ്മിയോട് ചോദിച്ചതേ ഉള്ളൂ, ഈ കല്യാണം മമ്മി ശരിയെന്ന് പറഞ്ഞു വന്നത് കൊണ്ട് ഞാൻ മമ്മിയോട് അങ്ങനെ ചോദിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മോനെ, ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്, അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കല്യാണം നടക്കും, അമ്മ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന്. ഒരു ജൂലൈ മാസം ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോഹണത്തിന്റെ അന്നാണ് ഇവിടെ കല്യാണം. അപ്പൊ ജൂലൈ മാസം മാതാവിന്റെ റോസംസ്റ്റേ മാതാവിന്റെ തിരുനാള്. അപ്പൊ അന്ന് ഞാൻ എന്റെ പ്രാർത്ഥന മുറിമത്ത് ജപമാല കൊണ്ട് ഞാൻ പന്തലുണ്ടാക്കും. ഓരോ ജപമാല ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒന്നേ ഉള്ളു, ദൈവമേ എന്റെ കുഞ്ഞിന്റെ കല്യാണം വരുന്നു. അതുപോലെ തന്നെ എത്രയോ പെൺപിള്ളേർ ഇന്ന് കല്യാണം പൈസ ഉണ്ടിട്ട് നടക്കാതിരിക്കുന്നു, അല്ല ആലോചന ഇല്ലാതെ എത്രയോ പെൺപിള്ളേർ ഓരോ സാഹചര്യം പെണ്ണുങ്ങളൊന്നും കല്യാണം കഴിക്കാതിരിക്കുന്നു. അവരെല്ലാം നീ ഒരുക്കണം മാതാവേ, അവർക്കെല്ലാം നീ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്ത് സന്തോഷമായിട്ടൊരു കുടുംബം നയിക്കാനുള്ള കൃപ നീ കൊടുക്കണം. അതിലൂടെ എന്റെ ഒരു കുഞ്ഞിന്റെയും ഞാൻ അവളെ സമർപ്പിച്ചു. അങ്ങനെ 1-ാം തീയതി കെട്ടാൻ തുടങ്ങിയപ്പോ 8-ാം തീയതി ഞാൻ തീർത്തു. 8-ാം തീയതി രാവിലെ തീർക്കുന്ന അന്ന് എനിക്ക് മലേഷ്യയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. പുള്ളി ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി രാവിലെ വിളിച്ച് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ പുള്ളി ഇവിടെ വരികയും ചെയ്തു. വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് പ്രാർത്ഥന മുറി കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല, ഇന്ന് ഞാൻ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കിടക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പാതര ഇവിടെ. പുള്ളി പറഞ്ഞു എനിക്കൊരു കസാര മാത്രം തന്നാലും മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു ഒരു കസാരയും കൊണ്ട് കൊടുത്തിട്ട് പുള്ളിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മുറിക്കകത്ത് കഥ കടച്ചിട്ട് ഞങ്ങൾ മുറിക്കകത്ത് കിടന്നു. രാവിലെ 6 മണിയായപ്പം ഞാൻ എണ്ണീറ്റ് പുള്ളിക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കാൻ പോയപ്പം പുള്ളി എന്നോട് പറയാ, സലോമി നിങ്ങളുടെ കുഞ്ഞ് എന്റെയും തമിഴാണ് പുള്ളി സംസാരിച്ചത്. അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് എന്റെയും കുഞ്ഞു പോലെയാണ്. അപ്പൊ ഞാൻ ഈ പുള്ളി വന്നപ്പോ തന്നെ കൊച്ചിന്റെ കല്യാണ കാര്യമൊക്കെ പുള്ളിയോട് പറയുകയും ചെയ്തു, അവളുടെ കല്യാണമാണ്, അപ്പൊ അതിന്റെ തിരക്കിലാണ് ഞാന്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ഉടനെ എന്നോട് പറയാം, ഈ കുഞ്ഞ് എന്റെയും കുഞ്ഞു പോലെ, അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ കല്യാണം ഞാനും കൂടെ ചേർന്ന് നടത്താന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി, ദൈവമേ അങ്ങനെ ഇപ്പൊ പുള്ളി എന്തെങ്കിലും തന്ന് എന്നെ സഹായിക്കുമെന്ന് ഓർത്ത്. അതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, കുഞ്ഞിന് എവിടെയാണ് ഡ്രസ്സ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോട്ടയം സീമാട്ടിയിലാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു പെട്ടെന്ന് ടാക്സി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ടാക്സി വിളിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ കോട്ടയം ചെന്നു. സീമാട്ടി ചെന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഞാൻ മോളോട് പറഞ്ഞു, മോനെ ആള് മേടിച്ചു തരുന്നതല്ലേ, നമുക്ക് 2000 കൂടുതൽ മോള് ഒരു ഡ്രസ്സിനും പറയരുത്, മാക്സിമം 2000 രൂപ, അതിൽ കൂടുതലൊന്നും പോകരുത്, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഈ 2000 രൂപയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി എന്ത് ചെന്ന് പറഞ്ഞെന്ന് അറിയത്തില്ല, പിന്നെ കൊണ്ടുവരുന്ന മൊത്തം 25,000 രൂപയുടെ ലാച്ചകളാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്നോട് പറയും ഇത് എടുക്കരുത്. അപ്പൊ ഞാൻ പറയുന്നു ഇത്രയും വിലയുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ പുള്ളി നിർബന്ധിച്ചെന്ന് 25,000 രൂപയുടെ ഒരു ലാച്ച എടുത്തെന്ന്. അത് കഴിഞ്ഞപ്പോ കൊച്ചിന് ഉടുത്തോണ്ട് പോകുന്ന സാരി, 20,000 രൂപയുടെ സാരി, പള്ളിയിലോട്ട് ഉടുത്തോണ്ട് പോകുന്ന സാരി, അതും എടുത്തു തന്നു. സ്വർണ്ണക്കട കയറി 10-20 പവന്റെ സ്വർണം എടുത്തു തന്നു. ചെറുക്കന്റെ വീട്ടിൽ കൊടുക്കാനുള്ള പൈസ. അത് കഴിഞ്ഞപ്പോ കാറ്ററിംഗുകാർക്ക് എത്ര പേർക്കാ കാറ്ററിംഗ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 200 പേർക്കാന്ന് പറഞ്ഞപ്പോ പുള്ളി 1000 പേരുടെ കാറ്ററിങ്ങിനുള്ള ഫുഡിനുള്ള പൈസയും അടച്ച് പുള്ളി ഇവിടുന്ന് പോവുകയും ചെയ്തു. അവിടെ കല്യാണത്തിന്റെ അന്ന് ശരിക്കും പറഞ്ഞ ആ ഫുഡിനുള്ള ടേസ്റ്റ് ഇന്നും ജനങ്ങൾ പറയും, അമ്മുവിന്റെ കല്യാണത്തിന് പിന്നെ ഫുഡ് കഴിച്ച പോലെ ഒരു കല്യാണത്തിനും ഞങ്ങൾ കഴിച്ചിട്ടില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അവിടെ ഉള്ളവര്, അവിടെ ഇരുന്ന് കഴിക്കുന്നവര് പോലും പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഇതിന്റെ അകത്ത് മാതാവ് നടക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ മിക്ക ആൾക്കാരും പറഞ്ഞു. അന്നേരപ്പോഴാണ് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ, ഞങ്ങളെയൊക്കെ അറിയാവുന്ന ഒരു വീട്ടിലെ ഒരു പെണ്ണവിടെ ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു, ആ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കൊച്ചിനെ കണ്ടോ, ആ കൊച്ചിന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ച വേദന എന്ത് മാത്രമെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അത് പാത്രം തേക്കുന്നതും അത് വെള്ളം കോരുന്ന എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചിരി ഇല്ലാത്തപ്പം അത് ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ അനുഗ്രഹമാണ് ഇന്ന് അതൊരു മാലാഖയെ പോലെ ആ സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് ഈ പെണ്ണ് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞേക്കുന്നത്. അപ്പം ശരിക്കും ശരിയാണ്. കാരണം അവൾ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ദൈവം തമ്പുരാൻ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റിയതുപോലെയാണ് മാറ്റി അവളുടെ കല്യാണം നടന്നത്. ഒരിക്കൽ പോലും കുഞ്ഞിന്റെ കല്യാണം നടക്കുമെന്ന് അവൾ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ ആ ദൈവം തമ്പുരാൻ 1 മിനിറ്റ് കൊണ്ടാണ് അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് അവൾക്ക് ഇന്നിപ്പം 2 കുട്ടികളുണ്ട്. 3-ാമത്തെ കുട്ടി പ്രഗ്നന്റ് ആണ്.
മൂന്ന് പിള്ളേരുടെ അമ്മയായിട്ട് ഇപ്പൊ അവള് ജീവിക്കുന്ന നല്ല സുഖം, അവൾക്ക് നല്ല സുഖമാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവള് ജീവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയുടെ പ്രതിഫലം ദൈവം തമ്പുരാൻ ഓരോ ഗിഫ്റ്റ് ആയിട്ട് മാറ്റി നമുക്ക് തരും. നമ്മളെ നമ്മൾ ഓർത്ത് ചിന്തിച്ചിരിക്കും ചിലപ്പോൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, വെറും വട്ടപൂജ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ നിരാശയോട് തന്നെ നമ്മൾ ഇരിക്കും. പക്ഷെ നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. നിങ്ങളുടെ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവവും ഈശോയും മാതാവും കൂടെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ തരും. നല്ലത് ചെയ്യുക, നന്മ ചെയ്യുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ജപമാല ചൊല്ലുക. നന്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നന്മയുടെ പ്രതിഫലം നിങ്ങളുടെ ഓരോ കുടുംബത്തിലും നിങ്ങൾക്ക് കിട്ടും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു അപേക്ഷയുണ്ട് നിങ്ങളോട്. എന്റെ ഹസ്ബൻഡ് മരിച്ചു, 5 വർഷമായി പോയി. അപ്പൊ ഞാനും മക്കളുമാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ മണിയില് ഒരു മണി, ഒരു 53 മണി ജപം ചൊല്ലുമ്പോൾ അതിൽ ഒരു മണി മാത്രം എനിക്കും മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാഴ്ചവെക്കണം. കാരണം അറിയാം, ഹസ്ബൻഡ് ഇല്ലാതെ ജീവിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാനത് പറയേണ്ട കാര്യമില്ല. കാരണം മരിച്ച സമയത്ത് പോലും ഞാൻ ദൈവത്തോട് ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെട്ട ഒരു നിമിഷമായിരുന്നു. കാരണം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്റെ ഹസ്ബൻഡിനെ പോലും നീ എടുത്തല്ലോ, നീ എനിക്ക് തന്നില്ലല്ലോ. കാരണം മരിക്കുന്നതിന്റെ തലേ ദിവസം ഒരുപാട് മാനസാന്തരപ്പെട്ടു. ചെയ്ത തെറ്റുകൾക്കെല്ലാം പുള്ളി എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചായിരുന്നു. എന്നോട് പറഞ്ഞ ഒരു വാക്കുകള്, നിന്നെ ഇത് മാത്രം ഞാൻ അടിച്ചിട്ടുണ്ട്, ഒരുപാട് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്നോട് എന്നോട് നിന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ജീവിച്ചിരിക്കുന്ന സെയിന്റാന്ന് ഞാൻ പറയുന്നു. പക്ഷെ എല്ലാം പറഞ്ഞു മണിക്കൂറുകൾ മാത്രമേ എന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. ദൈവം എടുത്തു. പക്ഷെ ഒന്നും മനസ്സിലായി. ആദ്യമൊക്കെ എനിക്ക് ദൈവത്തോട് സങ്കടവും അരിശവും എല്ലാം ഉണ്ടായിരുന്നു. എന്തിനു നീ എടുത്തു? മാനസാന്തരം തന്നിട്ട് നീ എന്തിനു എടുത്ത് എന്റെ സോച്ചാനെന്ന് വരെ ഞാൻ ചോദിച്ചു. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായി, എല്ലാം നന്മയ്ക്ക് ചെയ്യുന്ന ദൈവം ഇതിലും വലിയ ഒരു നന്മ കണ്ടിട്ടുണ്ട്. കാരണം ഒരു മാനസാന്തരപ്പെട്ട് പിന്നെ തിന്മയിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവത്തെ കൊണ്ട് പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് ദൈവം നല്ലൊരു മാനസാന്തരം കൊടുത്തു തന്നെ സോച്ചാനെ എടുത്തു. അപ്പൊ എനിക്കും പിള്ളേർക്കും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ഒരു മണി, ഞാൻ പറഞ്ഞില്ല മുഴുവൻ കൊന്തേ ഞങ്ങൾക്ക് വേണ്ടി ചെല്ലണ്ട, ഒരു ജപമാലയിൽ ഒരു മണി ഞങ്ങൾക്കും എനിക്കും പിള്ളേർക്കും വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. നമ്മളെല്ലാരെയും, എന്നെ എല്ലാരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.